ബീഫ് അങ്ങനെയായിരുന്നു കൂടുതലും ആ ഒരു ഏരിയയിലൊക്കെ ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ ഒരു കൈപ്പുണ്യം തന്നെ അമ്മക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ നന്നായിട്ട് വെക്കും. അപ്പോൾ അന്ന് നമ്മളെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ എല്ലാ വീട്ടിലും ബിരിയാണി ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ബിരിയാണി വെക്കാൻ അറിയില്ല. അപ്പോൾ ഞങ്ങൾ അയൽപക്കത്തുള്ളവരൊക്കെ ഉമ്മാനായിരുന്നു കൂടുതലും ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നതൊക്കെ. ഇപ്പോൾ ആ ഒരു ഓർമ്മകളിങ്ങനെ ഓർത്തെടുത്തത്. പക്ഷെ നമ്മളെ പോലെ അല്ല, അന്നൊക്കെ അടുപ്പിൽ വിറകൊക്കെ വെച്ച് ചകിരിയും വിറകും ചരക്കയും ഒക്കെ വെച്ച് കൂട്ടി കത്തിച്ച് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഗ്യാസ് മേലെ വെച്ചാൽ ഉണ്ടാക്കുന്നത്. എന്താ പറയുക, നമുക്ക് കുറച്ച് ഉണ്ടാക്കാനും പറ്റുള്ളൂ. അവരൊക്കെ ഒരുപാട് ഉണ്ടാക്കും, 5, 6, 10 കിലോനെ ഒക്കെ ഉണ്ടാക്കും. നമ്മളെ കൊണ്ട് അതൊന്നും കഴിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് തക്കാളിയൊക്കെ അതിൽ അരിഞ്ഞ് ചേർന്ന് വരണം. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി ഒന്നും കൊണ്ട് എന്താ പറയുക, ഒരു ബലം വയ്ക്കും. അപ്പം ഹാർഡായി വരും. അപ്പോൾ അത്ര ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി ആദ്യം നന്നായിട്ട് വേവിച്ച് കേട്ടോ. ഇനി നമ്മളതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി വെച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിലാണ്. കുറച്ചൊന്ന് തക്കാളി ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരച്ചെടുത്തേണ്ടത്, ചതച്ചെടുത്ത് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. എടുത്തിട്ടുള്ളത് ഒരു 10, അത് കറക്റ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 8 പച്ചമുളകും, ഒരു കിലോന് അരിക്ക് അത് മതി. ഒരു 8 പച്ചമുളകും, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 തുടം വെളുത്തുള്ളി, അതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അത്ര മതി.